ഓക്കെ, സോ നമ്മൾ പുതിയൊരു വീഡിയോ സീരീസിലോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എക്സാം ഇപ്പോൾ നടന്നായിരുന്നു, NTPC-യുടെ ഒക്കെ. അപ്പോൾ അതുമായി അതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. കാരണം അതിന്റെ ടയർ 2 ഇനി നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ SSC-ക്കും ചോദിക്കും, വേറെ PSC-ക്ക് ആണെങ്കിലും ചോദിക്കും. ഏത് എക്സാമിന് വേണമെങ്കിലും മാത്സിൽ ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഓക്കെ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും, എന്നാൽ ഇടയ്ക്ക് 2-3 ക്വസ്റ്റ്യൻസ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ ഇപ്പോൾ കേരള PSC നോക്കുന്നവർക്കാണെങ്കിൽ ഇത് നല്ല യൂസ് ആയിരിക്കും, SSC-ക്ക് ആണെങ്കിൽ യൂസ് ആയിരിക്കും. കാരണം മെത്തേഡ് ചേഞ്ച് ആവില്ല, ടഫ്നെസ് കുറയുന്നേ ഉള്ളൂ. വാല്യൂസ് ഈസി ആയിട്ടുള്ള വാല്യൂസ് ഇടും, സോ ടഫ്നെസ് കുറയും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് അപ്പൊ ഞാൻ എങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എക്സാംസ് നടന്നു. അപ്പോൾ ഓരോ ഷിഫ്റ്റ് വൈസ് അതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, മാത്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അപ്പോൾ ഇത് 7-ാം തീയതി, ഓഗസ്റ്റ് 7-ാം തീയതി ഓഗസ്റ്റ് 7-ാം തീയതിയിലെ ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്ന എക്സാം ആണ്. സോ അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പൊ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിത് 5 ക്വസ്റ്റ്യൻ വെച്ചുള്ള വീഡിയോസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു നമ്പർ അത് 100% ഇൻക്രീസ് ആയി. ഒരു നമ്പറിന് അതിന്റെ 100% ഇൻക്രീസ് ആയപ്പോൾ ആ നമ്പർ 2820 ആയി. എങ്കിൽ ആ നമ്പർ എത്ര? ഇത് വളരെ കേൾക്കുമ്പോൾ തന്നെ ഈസി ആയിട്ടുള്ള, അതായത് ഒരു നമ്പർ അത് 100% ഇൻക്രീസ് ആയി. 100% ഇൻക്രീസ് ആയെന്ന് വെച്ചാൽ 100% എന്ന് വെച്ചാൽ ആ നമ്പർ തന്നെയാണ്. ആ നമ്പർ 100% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ ആ നമ്പർ എന്തായി? ഇരട്ടിയായി, 2 ആയി. അതായത് ഏതോ ഒരു നമ്പർ ഡബിൾ ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 100% എന്ന് വെച്ചാൽ എന്താ? ആ നമ്പർ ഇരട്ടിയായി. ഒരു നമ്പർ 50% ഇൻക്രീസ് ആയെന്ന് വെച്ചാലോ, ആ നമ്പർ അതിന്റെ 1.5 ഇരട്ടിയായി. 1.5 കാരണം 1 ആ നമ്പർ എന്ന് പറയുന്നത്. എക്സ് ആണെങ്കിൽ ഒരു എക്സ് നമ്മൾ പറയില്ലേ, അത് 50% ഇൻക്രീസ് ആയെന്ന് വെച്ചാൽ 1.5 എക്സ് ആയി, 1.5 ഇരട്ടിയായി. 200% ഇൻക്രീസ് ആയെങ്കിലോ, എങ്കിൽ അത് 3 ഇരട്ടിയായി എന്ന് പറയും. 3 ഇരട്ടിയായി. 400% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാലോ 5 ഇരട്ടിയായി. അതായത് എത്രയാണോ ശതമാനം, അതിന്റെ കൂടെ 1 കൂടി കൂട്ടും. അപ്പൊ 100% നമ്മൾ 1 പറയില്ലേ, അതിന്റെ കൂടെ 1 കൂടി കൂട്ടും അല്ലെ. 1 കൂടി കൂട്ടി 2 ആവും. പറഞ്ഞു മനസ്സിലായി? അതായത് ഒരു നമ്പർ 100% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇരട്ടിയായി. 200% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ അത് 3 ഇരട്ടിയായി. 300% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ 4 ഇരട്ടിയായി. ഇങ്ങനെ പോകും. ഓക്കെ, സോ നമ്പർ ഇരട്ടിയായപ്പോൾ 2820 ആണെങ്കിൽ ആ നമ്പർ എത്രയായിരിക്കും? 1410. അല്ല, അതിന്റെ പകുതി ആയിരിക്കും ആ നമ്പർ, 1410. ഓക്കെ, സോ ഇത് ആക്ച്വലി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ 100 ക്വസ്റ്റ്യൻ, ടയർ 2-നാണെങ്കിൽ 120 ക്വസ്റ്റ്യൻ 1.5 മണിക്കൂറാണ്. ഓക്കെ, അതിൽ ഏകദേശം 120 50 കുറച്ച് 70 ക്വസ്റ്റ്യൻ എന്താണ്? മാത്സ് റീസണിങ്. 70 ക്വസ്റ്റ്യൻ നിങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യണം. ഓക്കെ, അവിടെയാണ് ഇതിന്റെ ഇത് നടക്കുന്നത്. അതായത് 70 ക്വസ്റ്റ്യൻ നിങ്ങൾ 90 മിനിറ്റ് കൊണ്ട് ചെയ്യണം. അപ്പൊ ഈസി ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്ത് പോകണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദി കോസ്റ്റ് ഓഫ് 8 പെൻസ് 10 പെൻസ്. ഇതെന്ന് പറയുന്ന ടൈം എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 8 പെൻസ് 10 പെൻസിൽ, 8 പേനയ്ക്കും 10 പെൻസിലും കൂടി 132 രൂപ. പേനയുടെ വില 2 രൂപ കുറഞ്ഞു, പെൻസിന്റെ വില 7 രൂപ കൂടി. അപ്പോ അങ്ങനെയെങ്കിൽ ദെൻ കോസ്റ്റ് ഓഫ് 17 പെൻസ് പ്ലസ് 6 പെൻസിൽ ഈസ് 136. 17 പേനയും 6 പെൻസിലിന്റെ വില 136 ആയി. എപ്പോ പേനയുടെ വില 2 രൂപ കുറഞ്ഞു, പെൻസിലിന്റെ വില 7 രൂപ കൂടി. അപ്പോ ഓക്കെ, അങ്ങനെയെങ്കിൽ 12 പേനയ്ക്കും 9 പെൻസിലിനും എത്ര രൂപയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇത് നോർമൽ രീതിയിൽ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാം. 8 പെന്നിന് ഞാൻ എക്സ് എന്നും പെൻസിലിന് ഞാൻ വൈ എന്ന് കൊടുക്കണേ. 8x പ്ലസ് 10y ഈക്വൽ ടു 132. രണ്ടാമത് എന്താ പറഞ്ഞ? 2 രൂപ പെന്നിന് കുറഞ്ഞു, അതായത് എക്സ് -2 ആവുക. വൈ +7 ആവും, പെൻസിലിന് 7 രൂപ കൂടി. ഓക്കെ, അപ്പോ ദെൻ 17 പെൻ, 17 ഇൻറ്റു x -2 പ്ലസ്
6 × y+7 എത്രയായി? 136 പറയുന്നു. ഓക്കെ. സോ ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് അകത്തോട്ട് കയറ്റിയ 17x -2 എന്ന് പറയണ -34. ഓക്കെ. പ്ലസ് 6y എന്ന് വെച്ചാൽ 6y പ്ലസ് 6 42. ഇപ്പൊ 34 42 കൂടെ കൂട്ടിയാൽ 8 എന്ന് വരുവേ. അല്ലെ? 42 34 കുറച്ചാൽ 8 എന്ന് വരും. അപ്പൊ 136 ഇവിടെ വന്നു. ഞാൻ ആ 8-നെ ഇവിടെ +8 അല്ലേ, അപ്പുറത്ത് പോകുമ്പോൾ -8 ആവും. അപ്പൊ 17x പ്ലസ് 6y ഈക്വൽ ടു 8 അപ്പുറത്ത് പോകുമ്പോൾ 128 ആവും. ഓക്കെ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 12 പേനയും 9 പെൻസിലും. ഓക്കെ. ഇത് ഞാൻ നോർമലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇത് കിട്ടുമെന്ന് നോക്കും. അത് കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടി ഇത് ഡിഫറൻസ് എടുക്കുക അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യുന്നതാണ്. സോൾവ് ചെയ്യാനാണെങ്കിൽ ഇതിനെ ഞാൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യണേ. ഇതെന്ന് പറയുന്നത് 4x പ്ലസ് 5y ഈക്വൽ ടു ഇതിന്റെ പകുതി എത്രയാ? 61 അല്ലേ? സോറി, 66 അല്ലേ? സോ ഞാൻ വൈനെ സെയിം ആക്കാൻ പോകുന്നു. വൈനെ സെയിം ആക്കാനാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷനെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 കൊണ്ട് ഫസ്റ്റിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24x പ്ലസ് 30y വിൽ ബി ഈക്വൽ ടു 66 × 6 എന്ന് വെച്ചാൽ 60 × 6 എന്ന് വെച്ചാൽ 360 36 396 എന്ന് വരും. ഇപ്പുറത്ത് 17x 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 85x പ്ലസ് 6y എന്ന് പറയുന്നത് 6y × 5 30y ഈക്വൽ ടു 128 × 5 എന്ന് പറയുന്നത് എത്ര വരും? 128ന്റെ പകുതി എടുത്തിട്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. 128ന്റെ പകുതി എന്ന് വെച്ചാൽ 64 640 എന്ന് വരും. സോ ഇതിന്റെ ഡിഫറൻസ് എടുക്കുകയാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പം എനിക്ക് ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നു. 85 നിന്ന് 24 കുറച്ചാൽ എത്ര വരും? 61x ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? ഇവിടെ ഒരു 4 വരും, പിന്നെ 244. അതായത് എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ഒരു സെക്കൻഡ്. വാല്യൂ എന്ന് പറയുന്നത് 4 എച്ചിന്റെ വാല്യൂ 4 ആ 4 എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ 4 × 4 16 അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ എത്രയാവും? 50 ആവും. അപ്പൊ വൈന്റെ വാല്യൂ എത്രയാ? വൈന്റെ വാല്യൂ 10. വൈന്റെ വാല്യൂ 10. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഒറിജിനൽ കോസ്റ്റ് ഓഫ് 12 പെൻസ് ആൻഡ് 9 പെൻസിൽ. സോ 12 ഇൻറ്റു പേനയുടെ വില 4 എത്ര? 12 × 4 എത്ര? 12 × 4 48 പ്ലസ് 48 പ്ലസ് 10 × 9 എത്ര? 90. എത്ര വരും? 138. A1 ആണ് ആൻസർ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോർമലി എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് എടുക്കുകയോ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് പെട്ടെന്ന് നിങ്ങൾക്ക് കത്തുവാണെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾ പെട്ടെന്ന് കത്തുവാണെങ്കിൽ അത് നോക്കി അതങ്ങ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യുക. കാരണം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര ടൈം എടുക്കും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്കൊരു 10 സെക്കൻഡ് മതി. കാരണം 10 സെക്കൻഡും വേണ്ട, ആക്ച്വലി അത് മാർക്ക് ചെയ്യാനുള്ള ടൈം എത്രയാണോ അത്രയും മതിയാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ ബാലൻസ് ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ലാഭിക്കുന്ന ടൈം അവർ ഇവിടെ നിങ്ങളെ കൊണ്ട് ചെലവാക്കിക്കും. ഓക്കെ. 34. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.